ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ തടസ്സ ഹർജി തിരുവനന്തപുരം CJM കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് അവസാനിപ്പിക്കുന്നുവെന്ന് കാണിച്ച് CBI നൽകിയ ക്ലോഷർ റിപ്പോർട്ടിനെതിരെയായിരുന്നു തടസ്സ ഹർജി. വിവരങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, വിശദാംശങ്ങൾ. അനിഷ, നേരത്തെ തന്നെ CBI ഈ കേസ് അവസാനിപ്പിക്കുന്നുവെന്ന് കാണിച്ച് കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതായത് ജസ്ന മരിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ ജസ്ന എവിടെയാണ് എന്നുള്ളതിനും തെളിവുകൾ ലഭിച്ചിട്ടില്ല. അന്വേഷണം ഇത്ര വർഷമായിട്ടും യാതൊരു തരത്തിലും പുരോഗതി ഉണ്ടാകാത്തത് കൊണ്ട് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ക്ലോഷർ റിപ്പോർട്ട് പരിഗണിക്കുന്ന കോടതി ആ ക്ലോഷർ റിപ്പോർട്ട് അംഗീകരിക്കുകയാണെങ്കിൽ CBI അന്വേഷണം സ്വാഭാവികമായിട്ട് അവസാനിക്കും. എന്നാൽ ഈ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ജസ്നയുടെ പിതാവായിട്ടുള്ള ജെയിംസ് തിരുവനന്തപുരം CJM കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ തടസ്സ ഹർജിയിൽ അന്ന് കോടതി വാദം കേട്ടില്ല. ജഡ്ജി അവധിയായതിനാലാണ് ജനുവരിയിൽ ഇത് പരിഗണിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് പരിഗണിക്കാൻ വെച്ചിരുന്നു. അത് ഇന്ന് പരിഗണിച്ച് അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ 26-ാം തീയതി ഇതിൽ വാദം നടക്കും. ഈ തടസ്സ ഹർജിയിൽ CBIക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളതായിരിക്കും 26-ാം തീയതി കോടതി പരിഗണിക്കുക. അതിനുശേഷം മറ്റ് വാദങ്ങളും നടക്കും. അതിനുശേഷമായിരിക്കും ഈ ക്ലോഷർ റിപ്പോർട്ട് അംഗീകരിക്കണോ, തടസ്സ ഹർജിയിന്മേലുള്ള വാദങ്ങൾ അംഗീകരിക്കണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും അന്വേഷണം അവസാനിപ്പിക്കരുത്, തുടരണം എന്ന് തന്നെയാണ് ഈ തടസ്സ ഹർജിയിൽ പിതാവ് ആവശ്യപ്പെടുന്നത്. അനീഷ.